എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് കയറിയ സമയത്ത്, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്ത് ഉണ്ടായിരുന്നു. ഒരു സപ്പോർട്ടിങ്, അതായത് ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് നെഗറ്റീവായിട്ട് പല കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൈ വെട്ടുന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് കൈന്നും പെട്ടെന്ന് വരണം, സമയം അത്രയും വിലപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ പേരിൽ ഒരു 3-4 ഓർഡർ വന്നിട്ട് പെട്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നത്, നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ കൈ രണ്ടും ഇവിടെ തന്നെ ഉണ്ട്. പറ്റുമെങ്കിൽ പെട്ടെന്ന് വന്ന് കൈ വെട്ടുകയും കാര്യങ്ങൾ ചെയ്യാം. അതിനുശേഷം ഇന്നും കൂടി ഒരു ഓർഡർ വിളിച്ച് എനിക്ക് ഒരു നടത്തിയിട്ടേ ഉള്ളൂ. എവിടെയും കാനഡക്കാരനാണ്, തൊട്ടിൽപ്പാലത്തുനിന്നാണ്, തൊട്ടിൽപ്പാലത്തേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടുന്നുണ്ട്. ഇന്നത്തെ കൊറിയർ ചെയ്യാനുള്ള ഫോട്ടോസ് ആട്ടോ. ഒന്നത് കൈ കുത്തി, സോറി, ഒന്നിത്, പിന്നെ ഒന്നിത്. ഇന്നത് ഈ 3 ഫോട്ടോസാണ് കൊറിയർ ചെയ്യുന്നത്. നമ്മൾ ആരെ എങ്ങനെ തോപ്പിച്ചാലും മുകളിലുള്ള ആള് വിചാരിക്കണം തോക്കണം, അല്ലെങ്കിൽ ഇവരെ തോപ്പിക്കണോ എന്നുള്ളത് ചിന്തിക്കാം. അപ്പൊ എന്തായാലും 3 ഫോട്ടോന്റെ ഓർഡർ ഇപ്പൊ തന്നെ കൊറിയർ ചെയ്യാണ്. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് കോൺടാക്ട് ചെയ്താൽ മതി. സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കാൻ കാര്യമില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈ കണ്ണന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യാം. പലരും പറയുന്ന ബിസിനസ് ട്രിക്കാണ്. പിന്നെന്ന് വെച്ചാൽ നമുക്ക്, ഞാനിപ്പോ ഇതിൽ വന്ന് സപ്പോർട്ട് ചെയ്യാൻ കാര്യങ്ങളും ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ടാവുന്ന നമ്മൾ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഒരാൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കാതാക്കുക, അല്ലാണ്ട് നിർബന്ധിച്ച് നിങ്ങൾ എന്തായാലും വാങ്ങണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ഞാൻ ഇതിന്റെ പാക്കിങ് നടത്തിട്ട് നിങ്ങൾ സംസാരിക്കും. അപ്പോ ബിസിനസ് ട്രിക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് മുകളിലുണ്ട്, അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ബിസിനസ് ട്രിക്ക് നടത്തിയിട്ടും ഇതാക്കിയിട്ടൊന്നും എനിക്കൊന്നും കിട്ടാനില്ല. എനിക്ക് എത്രത്തോളം കാലം വരച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ അത്രത്തോളം കാലം ഞാൻ മുമ്പോട്ട് പോകും. എൻ്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരോടാണ്. അപ്പം നിങ്ങൾ കയ്യോ തലയോ എന്താ വെച്ചാൽ വെട്ടിക്കൊണ്ടുപോയിക്കോളി, കുറച്ച് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ മറുപടി ഞാൻ തന്നിരിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് ഈ ഒരു ഫോട്ടോ കൊറിയർ ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അങ്ങോട്ടല്ലേ ചാവി എടുപ്പോയി, ഒരു ചാവി മിസ്സിംഗ് ആണല്ലോ ഇവിടുന്ന്. എല്ലാം കൂടി എടുത്തിട്ട് കൂട്ടല്ലേ. ഒന്നിന്റെ പിൻകോഡ് കിട്ടിയില്ല, അവരോട് പറയുകയാണെങ്കിൽ മെസ്സേജ് കിട്ടാനില്ല. കുട്ടിക്കണ്ണൻ ഇതിപ്പോൾ സെയിലില്ല കേട്ടോ. ഞാൻ ഈ ഒരു ഫോട്ടോ ഓർഡർ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വലുപ്പത്തിൽ ഫോട്ടോ ഇപ്പം സെയിലില്ല. ഓന് മുമ്പിലൊരാള് വേണമല്ലോ. ആ കാർഡ് എടുത്തോ, കാർഡ് ഇവിടെയുള്ള ഗൈസ്, കണ്ണന് സീറ്റ് ബെൽറ്റ് ഇട്ടിങ്ങാന് കണ്ടോ കേട്ടത്. ഗ്ലാസ് കത്തിക്കില്ലേ. ഞാൻ പോട്ടെ, നമുക്ക് സമയമില്ല, കുറെ സ്ഥലത്ത് എത്താനുള്ള.
കണ്ണന് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ അന്നം മുട്ടരുത് എന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളിടത്തോളം കാലം നമ്മുടെ അന്നം മുട്ടുകയും ചെയ്യൂല. അപ്പോൾ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ കണ്ടു. ബിസിനസ് ട്രിക്കാണ്, അടുത്ത ഉഡായിപ്പാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരുപാട് പ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ ഭീഷണി വന്നത് ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് ന്യൂസായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഉഡായിപ്പ് കാണിക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, നിങ്ങൾ വിചാരിച്ച ഒരാൾ, അതിനോട് നേരത്തെ പറഞ്ഞോണം, നിങ്ങളൊരാൾ വിചാരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ദൈവം വിചാരിക്കണം നമ്മൾ തോൽക്കണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, ടാറ്റാ.